ഓർത്തഡോക്സ് സഭയുടെ നേതൃസ്ഥാനത്തുള്ള കരയുടെ ചെല്ലും ചിലവും അത്താഴപ്പട്ടിണിക്കാരുടെ നേർച്ചപ്പണമാണ്. ചിലവാക്കാൻ സ്വന്തമായി കയ്യിൽ പണമില്ലാത്തവൻ എന്തിന് ഈ സ്ഥാനങ്ങളിലൊക്കെ കയറിപ്പറ്റുന്നു? കരടിയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക നില അന്വേഷിക്കണം. കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള ആസ്തിയാണോ ഇപ്പോഴുള്ളതെന്ന് വ്യക്തമായി അന്വേഷിക്കണം. പലപ്പോഴായി സഭയിൽ നിന്നും എഴുതിയെടുത്തിട്ടുള്ള ലക്ഷങ്ങളുടെ കണക്ക് പുറത്തുവിടണം. 2 വർഷം മുമ്പ് നടന്ന പൈതൃക സംഗമത്തിന് ലക്ഷറി കാരവാനിൽ യാത്ര ചെയ്ത പണം വരെ തെരുവ് വേശ്യയുടെയും വ്യാചകൻ്റെയും നേർച്ചപ്പണമാണ്. സഭയുടെ നേതൃത്വത്തിൽ വന്ന ശേഷം സ്വന്തമായി ലോണിട്ട് കാർ വാങ്ങി ആ കാറിൻ്റെ മുന്നിൽ സഭയുടെ പതാകയും കിട്ടി സഭയുടെ കാശിൽ ഡീസലും മേടിച്ച് ചെല്ലും ചിലവും വൗച്ചർ രീതിയും അല്ലാതെയും കൈപ്പറ്റി കറങ്ങി നടക്കുന്നത് സഭയെ വളർത്താനോ തളർത്താനോ? വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് സഭയിൽ നിന്നും വാങ്ങിയ പണത്തിൻ്റെ കണക്ക് സഭാ വിശ്വാസികൾക്ക് അറിയണം. മുൻപ് സഭയുടെ നേതൃസ്ഥാനങ്ങളിലൊക്കെ ഇരുന്നിട്ടുള്ള സ്ഥാനീയർ സഭയുടെ ആവശ്യങ്ങൾക്ക് പോലും യാത്ര ചെയ്യുന്നത് സ്വന്തം കയ്യിലെ കാശ് കൊണ്ടായിരുന്നു. അതിലവർക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടെന്താ, അവരെ ദൈവം പന പോലെ വളർത്തി. എന്നാൽ ഇപ്പോൾ സഭയുടെ ആവശ്യത്തിന് മാത്രമല്ല, സ്വന്തം ആവശ്യത്തിന് പോലും യാത്ര ചെയ്യുന്നത് സഭാ ഭണ്ഡാരത്തിലെ നേർച്ചപ്പണത്തിലാണ്. നേതൃസ്ഥാനത്ത് വരുന്നതിന് മുമ്പ് സഭയുടെ കാര്യങ്ങളിൽ കമൻ്ററിയുമായി സോഷ്യൽ മീഡിയയിൽ ലൈവ് നിന്നിരുന്ന ഇവനെ സ്ഥാനത്ത് വന്ന ശേഷം കാണാനേ ഇല്ല. പരമാവധി മുതലാക്കുകയായിരുന്നു ലക്ഷ്യം. തിന്നുകൊഴുത്ത് കാളക്കൂട്ടനായി ഫോട്ടോയുടെ മുന്നിൽ പോസ്റ്റ് ചെയ്യുന്ന ഇവനെയൊക്കെ ദേവലോകത്തു നിന്നും ഇറക്കി വിട്ട് ശുദ്ധികലശം നടത്തിയാലേ സഭ നന്നാവും. ദേവലോകത്ത് ഒരു പെൻസിൽ വാങ്ങിയാലും എനിക്കും കിട്ടണം കമ്മീഷനെന്ന് ആഗ്രഹിക്കുന്നവർ നേതൃസ്ഥാനത്ത് വരാൻ പാടില്ല. അവരെ തീറ്റിപ്പോറ്റാനുള്ള സ്ഥാനമല്ല സഭയുടെ നേതൃസ്ഥാനം. കേരളം വിട്ട് എവിടെ പോകണമെങ്കിലും ഫ്ലൈറ്റ് വേണം. ഫ്ലൈറ്റിലെ യാത്ര ചെയ്യൂ, അതും ബിസിനസ് ക്ലാസ്സിൽ. അംബാനിയുടെ കമ്പനിയിലെ CEO അല്ലേ, അതിൽ കുറഞ്ഞ് പോകാൻ പറ്റുമോ? ഇതിലൊന്നും ഒരു ഉളുപ്പുമില്ലെന്ന് ഓർക്കണം. സഭയുടെ കേസുകളെല്ലാം ഒരു വഴിക്കാക്കി. അതിലൊക്കെ ഒരുപാട് ആരോപണങ്ങൾ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നതൊക്കെ സത്യമാണെങ്കിൽ അനുഭവിക്കാതെ പോകില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ സഭയാണ്. അർഹതയില്ലാത്തവനൊക്കെ നേതൃസ്ഥാനത്ത് വന്നാൽ ദൈവം ഇപ്പോഴല്ലെങ്കിൽ പിന്നീടായാലും കണക്ക് ചോദിക്കും. നന്ദി എന്ന് പറയുന്ന 2 അക്ഷരം 7 അയലത്ത് കൂടി പോയിട്ടില്ലാത്ത ഇവനെക്കുറിച്ച് കൈപിടിച്ചുയർത്തിയ വൈദികർ തന്നെ പറയുന്നത് കേട്ടാൽ ആരും മൂക്കത്ത് വിരൽ വെച്ച് പോകും. സ്വന്തം ഭദ്രാസനത്തിലെ ഒട്ടുമിക്ക പള്ളികളിലും ഇവനെ കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറെ രസകരം. അവിടുത്തെ വൈദികരെയും വിശ്വാസികളെയും കണ്ടപ്പോൾ അറിയില്ല. കാരണം കൊടിവെച്ച കാറിലെ യാത്ര. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ കറങ്ങി നടക്കുന്നവരെയൊക്കെ സഭയുടെ ഉന്നത സ്ഥാനങ്ങളിൽ പിടിച്ചിരുത്തിയാൽ അല്പന ഐശ്വര്യം കിട്ടുന്നത് പോലെയാണ്. ഇവന്മാരുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണം. കാത്തോലിക്ക ബാബ വേണ്ട നടപടിയെടുക്കണം. ഈ കമ്മീഷൻ പിള്ളമാരുടെ ഓരോ ഇടപാടുകളും സസൂക്ഷ്മം പരിശോധിക്കണം. ഇവന്മാരുടെ വൗച്ചറുകൾ കാത്തോലിക്ക ബാബയോ അല്ലെങ്കിൽ ബാബ ചുമതലപ്പെടുത്തുന്നവരോ പരിശോധിച്ചിട്ട് വേണം പണം കൊടുക്കാൻ. അതെങ്കിലും ചെയ്യണം. ഇനി മുതൽ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവരെ തെണുക്കുന്നതിന് മാനദണ്ഡം വയ്ക്കണം. സ്വന്തം കയ്യിൽ നിന്നും കാശ് മുടക്കി ചിലവാക്കുന്നവരെ മാത്രമേ പരിഗണിക്കാവൂ എന്ന്. കണ്ട അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പൂത്തിയുമെന്നും ഇരിക്കേണ്ട സ്ഥാനങ്ങളല്ല സഭയുടെ നേതൃസ്ഥാനങ്ങൾ. വിശ്വാസികൾ ബോധവാന്മാരാകണം. വരുന്ന തിരഞ്ഞെടുപ്പിൽ ആ രീതിയിൽ വേണം വോട്ടുകൾ കുത്താൻ. ലക്ഷങ്ങൾ കടം മേടിച്ചൊക്കെ കുപ്പിയും കവറുമൊക്കെ കൊടുത്തും വാഗ്ദാനങ്ങൾ നൽകിയും വോട്ട് നേടി വരുന്നവനൊക്കെ ഇതല്ല ഇതിനപ്പുറം ചെയ്യും.